കുട്ടികൾ ഞങ്ങൾ പൂമൊട്ടുകൾ ഇപ്രപഞ്ചത്തിൻ പരിമളങ്ങൾ ഭൂമിയിൽ സന്തോഷ താളം പിടിക്കുവോ താരാട്ടുപാട്ടിൻ സാഗരം തീർക്കുവോ Today's function will be inaugurated by our Indian Social Club President. We are very happy to have this great person with us now. So, on behalf of all of you, I invite Indian Social Club President Manpreet Singh sir to inaugurate this program. Sir, please. Good morning, everybody. Good morning, children. Little loud. Yes. How are you? So now, what games you are going to play today? Huh? Balotsav. Children's Festival. Okay. So in this children festival, you all will enjoy. So when you are playing, play with the sportsman's spirit. Okay, no cheating, nothing. Whosoever is winner is a winner. Okay, no cheating in the game. Is it okay? Yes. So who will do the best, he will be the winner. And everybody should support that person, that child. Okay. So it is my pleasure to be here to inaugurate this function and children festival. So I thank Mr. Shaukat Ali and all the other office bearers of this committee. Thank you very much for calling. And like I always tell anybody, anybody can call me at any time, be it in the night or be it in the morning. So even night, if some problem is there in the community, I am there always. Anytime you can call me. So my best wishes to all of you, and I declare this children festival open. Thank you very much. Thank you sir, very much. Now, Abbas Ali Master, he will explain all the rules and regulations of the game, of the competition. Listen very carefully. Then only we can participate very properly, without any mistake. We have to score maximum. So, ഇനി അടുത്തതായി അബ്ബാസ് അലി മാസ്റ്റർ ഇന്ന് നടക്കാൻ പോകുന്ന കളികളെ കുറിച്ചും കോമ്പറ്റീഷനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി നമ്മോട് സംസാരിക്കും. അതിനുവേണ്ടി അബ്ബാസ് അലി മാഷെ ക്ഷണിക്കുന്നു. ഇന്ന് ഈ പരിപാടി ഇനാഗുറേറ്റ് ചെയ്ത നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് മൻപ്രീത് സിംഗിന് നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ നന്ദി സൂചിപ്പിക്കുകയും ചെയ്തു. അബ്ബാസ് അലി മാസ്റ്റർ. ഗുഡ് മോർണിംഗ് എവരിബഡി. മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? എല്ലാവർക്കും മനസ്സിലാവും? ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് ബാലോത്സവം, ചിൽഡ്രൻസ് ഫെസ്റ്റിവൽ. അപ്പൊ നിങ്ങൾ ചെറിയ മക്കളാണ്. ചെറിയ മക്കൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള പണികളാണ് ഗെയിംസ് ആണ് നമ്മളിവിടെ കളിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഇതിലൊക്കെ എന്താ ഇനി വേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ ഇങ്ങനെ നടക്കും. അപ്പൊ നന്നായിട്ട് കേട്ടോ. പിന്നെ നമ്മള് കൃത്യം 11 മണിക്കാണ് നമ്മുടെ മത്സരം ആരംഭിക്കുക. 11 മണിക്ക് നിങ്ങൾ എല്ലാവരും ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാവും. 11 മണിക്ക് ഞാൻ വിസിലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മത്സരം ആരംഭിച്ചു. 1 മണിക്കാണ് നമ്മുടെ മത്സരം അവസാനിക്കുക. നമ്മുടെ മത്സരത്തിന്റെ ടൈം 2 മണിക്കൂറാണ്, 2 hours. അതിനിടയിൽ നിങ്ങൾക്ക് 20 കോർണറുകളുണ്ട്. 20 corners are there here.
ഇവിടെ 20 കോർണറുകളുണ്ട്. കേൾക്കുന്നുണ്ടോ? ഈ 20 കോർണറുകളിലും നിങ്ങളുടെ കാർഡും കൊണ്ട് നിങ്ങൾ ചെല്ലണം. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് ഇത് വേണ്ട. അവർ വേറെ തന്നെ പോയിട്ട് വേറെ മത്സരങ്ങൾ അവർക്ക് നടത്തും, നമ്മുടെ ഇവിടുന്ന് പിരിഞ്ഞു പോയാലും. അതിനു മുമ്പുള്ള കുട്ടികൾ, ശേഷമുള്ള കുട്ടികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്ന് രേഖപ്പെടുത്തിയ കാർഡാണ് തന്നിരിക്കുന്നത്. മത്സരം ആരാ വർത്താനം പറഞ്ഞാൽ കേൾക്കൂല, നിങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ബുദ്ധിമുട്ടാവും. മത്സരം 20 കോർണറുകളിലും നിങ്ങൾ ചെല്ലണം. അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ജഡ്ജിനെ, അവിടെ നിൽക്കുന്ന ആന്റിയെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അങ്കിളിനെ നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ നടക്കേണ്ട ഗെയിം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതിന് നിങ്ങളുടെ അങ്കിൾ, അവിടെയുള്ള ആന്റി നിങ്ങളെ സഹായിക്കും. വീണ് പോകുന്നില്ല, അഥവാ വീണൊക്കെ പോയാൽ പിടിക്കാൻ അവിടെ ആളുണ്ടാവും. അങ്ങനത്തെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് സംഭവിക്കൂല. ഇവിടെയുള്ള എല്ലാ കളികളും എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നേ ഉള്ളൂ. പേടിച്ചുകൊണ്ട് നമ്മൾ പിന്മാറാൻ പാടില്ല. കുട്ടികൾ പേടിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മളൊക്കെ ലോകത്തേക്ക് വളരാനുള്ള കുട്ടികളല്ലേ. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് ഇരിക്കാൻ പാടില്ല. പേടി കൂടാതെ പറന്നു പോവുക വേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ 20 പോയിന്റുകളിലും നിങ്ങൾ എത്തണം. അവിടുന്ന് നിങ്ങളുടെ ഗെയിം, ടാസ്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിൽ അവിടുത്തെ പോയിന്റ് എൻട്രി ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾ ഒരിടത്ത് ചെന്നിട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, തൂങ്ങി ആടാൻ പറ്റിയില്ല, നിങ്ങൾ പിന്മാറി, ഫെയിലായി. നിങ്ങൾക്ക് 5 പോയിന്റ് കിട്ടും. നിങ്ങളത് കുറച്ചങ്ങോട്ട് ചെയ്തു, പക്ഷെ മുഴുവനാക്കാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് 3 പോയിന്റോ 5 പോയിന്റോ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ 5 പോയിന്റും പാർട്ടിസിപ്പന്റിനുള്ള 5 പോയിന്റും അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ പങ്കെടുത്തതിനുള്ള ടാസ്കിനുള്ള 3ഓ 5ഓ എത്ര പോയിന്റ് നിങ്ങളുടെ ലാസ്റ്റ് നിങ്ങളുടെ 3ാമത്തെ കോളത്തിൽ ആകെ ചോദിച്ചിട്ടില്ലേ? ടോട്ടൽ എത്ര ചോദിച്ചിട്ടില്ലേ? ആ കോളത്തില് 2 കോളത്തിലെയും കൂടി മാർക്ക് കൂട്ടി എഴുതി നിങ്ങൾ ആന്റിയെ കൊണ്ട്, അങ്കിളിനെ കൊണ്ട് നിങ്ങൾ സൈൻ വാങ്ങണം. മനസ്സിലായോ? എല്ലാവരും കൂടി ഒരു കോർണറിൽ പോയിട്ട് നിൽക്കണ്ട. അപ്പൊ ഇതിമ തൂങ്ങി കയറാനുള്ളതാണ്. ഈ ലാഡർ നിങ്ങൾക്ക് തൂങ്ങി കയറാനുള്ളതാണ്. 200 മക്കളും ഇവിടെ പോയി നിൽക്കണ്ട. ഇവിടെ 10 കുട്ടികൾ നിന്നാല്, നിങ്ങളെല്ലാരും ഇവിടെ നിന്നാല് 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എല്ലായിടത്തും ഓടിയെത്തൂല. ഒഴിവുള്ള കോർണറുകൾ എവിടേക്കാന്ന് ഓടി കണ്ടുപിടിക്കുക. ഒഴിവുള്ളയിടത്ത് വേഗം പോകുക. അപ്പൊ 5ാമത്തെ ഈവന്റ് നോക്കൂ. ഏതാണ് 5th ഈവന്റ്? ഏതാണ്? മങ്കി വാക്കിംഗ്. ഇതാണ് മങ്കി വാക്കിംഗ്. 5th ഈവന്റിൽ ഒരു കുട്ടി പോയി എന്ന് കരുതിക്കോ. നിങ്ങൾ അവിടെ ചെന്നപ്പോ 10 ആൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ 2 മണിക്കൂറിലെ സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് പോകും. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? 18ാമത്തെ ഈവന്റിൽ ആള് കുറവാ. അവിടെ ഏതോ ഒരു ഈവന്റ് ഉണ്ട്, അവിടെ ആള് കുറവാണ്. മാജിക് കോയിൻ, അവിടെ ആള് കുറവ്. സപ്പോസ് ആള് കുറവ്. 13ാമത്തെ ഈവന്റില് ഒരാളുമില്ല. 8th ഈവന്റില് ആകെ 2 കുട്ടികളെ ഉള്ളൂ. അപ്പൊ വേഗം അവിടെ പോയി നിൽക്കുക. കുറവ് കുട്ടികൾ എവിടെയാണോ ഉള്ളത് അവിടെ വേഗം പോയിട്ട് നിങ്ങൾ നിൽക്കണം. നിങ്ങൾ എവിടെ എത്തിയാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ്. എവിടെ ചെന്നാലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് പിന്നെ ടാസ്ക് പൂർത്തിയാക്കാൻ വേണ്ടി മറ്റൊരു കുട്ടിയെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ക്യൂ ആയിട്ട് നിൽക്കണം. ക്യൂവിൽ നിന്നിട്ട് നിങ്ങളുടെ അവസരം എത്തുമ്പോഴാണ് നിങ്ങളത് ചെയ്യേണ്ടത്. എല്ലായിടത്തും നിങ്ങൾ ക്യൂ പാലിക്കണം എന്നാണ് പറയുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഈ 3 വിഭാഗത്തിലും പെട്ട കുട്ടികൾക്ക് വേറെ വേറെ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. മത്സരം എല്ലാവർക്കും ഒരേ ഇനം തന്നെ ആണ്. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇരിക്കണം. വിസിൽ കേട്ടാൽ നിങ്ങൾക്ക് പോകാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ 20